നമ്മുടെ കുറുമ്പിപ്പെണ്ണിതാ പണി തുടങ്ങിയിട്ട് നോക്കിയേ. ഒരു നാളികരം പൊളിച്ച ചകിരി നമ്മുടെ മെസ്സുകൂട്ടൻ്റെ ആയിരുന്നു. പക്ഷെ നമ്മുടെ കല്യാണി കുട്ടി ഇതാ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. എത്ര നേരം എന്നറിയാൻ നിൽപ്പ് തുടങ്ങിയിട്ട് കുറേ നേരം. ഞാൻ ക്യാമറ കൊണ്ടിട്ട് കുറച്ച് വൈകിന്നുള്ളൂട്ടാ. നോക്കിയേ മെസ്സുകൂട്ടം അവൻ്റെ ചകിരി വന്ന് വിടണില്ല. അവ ചെറിയ സൗണ്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് നോക്കിയേ നമ്മുടെ റൊണാൾഡോ മർഡോണയും പ്ലാറ്റിനിമോനും ബോട്ടൊക്കെ ഇരിക്കണേ. ഇവർ രണ്ടുപേരും ഇവിടെ ഈ അംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി. ആരാണ് ഈ അംഗത്തിൽ ജയിക്കാന്നൊന്നും എനിക്കറിയില്ല. കല്യാണിക്കുട്ടി അവളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ ആണെന്നൊന്നുമില്ല, അത് അവൾക്ക് കിട്ടണം. അത് അവളുടെ വാശിയാണല്ലോ. ഒരു രക്ഷയില്ല. മെസ്സിക്കൂട്ടൻ എന്തോ വിട്ടുകൊടുക്കാൻ തയ്യാറുമില്ല. അതേപോലെ കേട്ടോ നിൽക്കണേ. അതേ മെസ്സിക്കൂട്ടൻ കൈ കൊണ്ടൊക്കെ വലിക്കുന്നുണ്ട് കണ്ടോ. കല്യാണി നോക്കിയേ അവളുടെ എല്ലാം കേട്ടാ. എന്നിട്ടാണ് അവൻ്റെ ആയിരുന്നു, അവൻ്റെ അടുത്ത് ഓടി വന്ന് മേടിച്ചിട്ടാ. എന്താ അവൾ എന്നെ ജയിക്കുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത്. അവൾ ആ ഒരു അവളെ പിടിച്ചു. അതിൽ നിന്ന് വിട്ട് അവൾ വിട്ടിട്ടില്ല. മെസ്സിക്കൂട്ടൻ പിന്നെയും ചകിരി നീങ്ങി പോകണ്ടായിരുന്നു അവൻ്റെ വായിന്ന്. ഇവർക്ക് ആങ്ങളമാർക്ക് അറിയാം ഞങ്ങൾ എത്ര പിടിവാശി വലിച്ചാലും അവളുടെ കയ്യിൽ നിന്ന് അത് കിട്ടില്ല. അത് കണ്ടോ, അവളത് സ്വന്തമാക്കി. അത് അവളുടെ ഒരു സ്വഭാവമാണ്. ഇവരങ്ങനെ പഠിപ്പിച്ചു നോക്കണം. നമ്മുടെ ഈ ആങ്ങളമാരൊക്കെ ഈ പെങ്ങൾക്കുട്ടിക്ക് അത്ര സ്വാതന്ത്ര്യം കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല അവളുടെ സ്വഭാവത്തിൽ. കണ്ടോ ആ ചകിരി മേടിച്ചോണ്ട് പാവ വെച്ച് കൂടെ നോക്കിക്കൂടെ കിടന്നിട്ട്. ഞാനൊന്നും പറയാനില്ലേ, ഇതാണ് എൻ്റെ പെങ്ങളുടെ സ്വഭാവം എന്നുള്ള പോലെ അവൻ നോക്കി കിടക്കണേ കിടപ്പ്. കണ്ടോ ഒരാൾ മൈൻഡ് ഇല്ല കേട്ടോ. അതെ അവളുടെ അടുത്തൊന്നും തട്ടിപ്പറിക്കാൻ ആരും കൂടെ പോവില്ല. പക്ഷെ എല്ലാവരുടെ അടുത്തുനിന്നും അവൾ തട്ടിപ്പറിക്കും. അങ്ങനെ നമ്മുടെ കല്യാണിക്കുട്ടി വീണ്ടും ഉണ്ണി അരച്ചാൻ തെളിയിച്ചുകൊണ്ടിരിക്കുക. മെസ്സിക്കൂട്ടം നോക്കി കിടക്കണേ. അച്ചടാ പ്ലാറ്റിനിമോൻ, റൊണാൾഡോ, മർഡോണ, ഇതേ ബോൾട്ട്, നെയ്മർ മോനെ. അവിടെ നല്ല വെയിലുണ്ട്. അവർ ആ ചെടിയുടെ അപ്പുറത്തെ വെയിലത്താ കിടക്കണേ കേട്ടാ. കല്യാണിക്കുട്ടി അങ്ങനെ ചകിരിയും ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. നമ്മുടെ വികൃതി കല്യാണിക്കുട്ടി. എനിക്കുള്ള പണിയാണത്. ചീന്തി ചകിരി ഇങ്ങനെ വലിച്ച് ചീന്തി ഇടാവുള്ളത് എന്നുള്ള പണി. എല്ലാം അത് അവൾക്ക് വേണം. അപ്പം ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടണങ്ങളുടെ വിശേഷം.